മതിലകം പത്താഴക്കാട് കരോളുമായി പോകുമ്പോൾ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ബൊലേറോ വാഹനത്തിന്റെ ചില്ല് തകർത്തതിനും വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസുകളിൽ 6 പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികളിൽ ഒരാൾ ആക്രമിച്ച സംഭവത്തിലാണ് രണ്ടാമത്തെ കേസ്. ക്രിസ്തുമസ് ദിനത്തിൽ പുലർച്ചെ ക്രിസ്തുമസ് കരോളുമായി പോവുകയായിരുന്ന പ്രതികൾ ആല പത്താഴക്കാട് സ്വദേശി കളപ്പുരയ്ക്കൽ വീട്ടിൽ സബീറിന്റെ വീട്ടിലേക്ക് കരോളുമായി വന്ന് സബീറിന്റെ വീട്ടുപറമ്പിൽ വെച്ച് പടക്കം പൊട്ടിക്കുകയായിരുന്നു. ഇത് സബീർ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ സബീറിന്റെ വീട്ടിൽ കിടന്നിരുന്ന കാറിന്റെ ചില്ല് തകർക്കുകയും സബീറിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ വേഴവന സ്വദേശി കുന്നത്ത് വീട്ടിൽ 18 വയസ്സുള്ള ഋത്തിക്ക്, ആല പത്താഴക്കാട് സ്വദേശികളായ പാറക്കൂട്ട് വീട്ടിൽ 18 വയസ്സുള്ള ബിലാൽ, കൂട്ടങ്ങപ്പറമ്പിൽ വീട്ടിൽ 19 വയസ്സുള്ള സിഫാൻ, അമിനിപ്പുള്ളി വീട്ടിൽ 19 വയസ്സുള്ള ആദിത്യൻ, പത്താഴക്കാട് സ്വദേശി ചക്കാണ്ടി വീട്ടിൽ അനന്തകൃഷ്ണൻ 18 വയസ്സ് എന്നിവരെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കാറിന്റെ ചില്ല് തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളും ഇവരുടെ രക്ഷിതാക്കളും സബീറും തമ്മിൽ ഇത് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാതിക്കാരനായ സബീറും പ്രതികളിൽ ഒരാളായ സിഫാനും തമ്മിൽ വീണ്ടും തർക്കമാവുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് രാത്രി സബീറിന്റെ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി അസഭ്യം പറഞ്ഞ് സബീറിനെ പട്ടിക വടികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് സിഫാന്റെ പിതാവായ ആല പത്താഴക്കാട് സ്വദേശി കൂട്ടുങ്ങപ്പറമ്പിൽ വീട്ടിൽ സൈഫുദ്ദീൻ എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മതിലകം പോലീസ് സ്റ്റേഷൻ SHO വിമോദ്, SI മാരായ അജയ് മേനോൻ, മുഹമ്മദ് റാഫി, GSCPOമാരായ പ്രബിൻ, സനീഷ്, ഷനിൽ, മുഹമ്മദ് സൻസിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മീഡിയ ടൈം, മതിലകം.